ഈ കൂട്ടായ്മയിൽ ഒരിക്കൽ കൂടെ നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ, ദൈവവചനം പങ്കുവെക്കുവാൻ അടിയന് കിട്ടുന്ന വലിയൊരു അവസരത്തിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അവസരം ഒരുക്കുന്ന ദൈവദാസനും കൂട്ടായ്മയെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്നത്തെ ഒരു അല്പസമയത്ത് നാം ചിന്തിക്കാൻ പോകുന്നത് വേദപുസ്തകത്തിലെ 3 പൂന്തോട്ടങ്ങളെ പറ്റിയാണ്. വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട 3 പൂന്തോട്ടങ്ങളെ പറ്റിയാണ് നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. എല്ലാവരും എന്നോടൊപ്പം വന്നാലേ അവസാനം നമുക്ക് ആ സന്ദേശത്തിലേക്ക് കയറാനായിട്ട് കഴിയത്തുള്ളൂ. ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രകടിപ്പിച്ച തന്റെ ഹൃദയ മാനവരാശിക്ക് നൽകിയ 3 പൂന്തോട്ടങ്ങളെയാണ് നാം ഇന്ന് രാത്രികാലം ഒന്നിച്ച് ചിന്തിക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യത്തെ പൂന്തോട്ടം ഏതാ? ഏദൻ തോട്ടം. അതിനാധാരമായിട്ട് നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 8-9 വാക്യങ്ങൾ. അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി, താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി. കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷവും, തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്തു നിന്ന് മുളപ്പിച്ചു. ഇനി 15, 16, 17 വാക്യങ്ങൾ വായിക്കാം. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഏദൻ എന്ന വാക്കിനർത്ഥം ആനന്ദബന്ധം. ഏദൻ തോട്ടത്തില് ദൈവവും മനുഷ്യനും തമ്മിലുള്ള പൂർണ്ണ സഹിത്വം, പൂർണ്ണമായ ബന്ധത്തില് ദൈവത്തോടുള്ള പൂർണ്ണ സഹിത്വത്തിലായിരിക്കുന്ന ഒരു രംഗമാണ് ഏദൻ തോട്ടത്തിൽ കാണുന്നത്. ഏദനെ ഇംഗ്ലീഷില് വിളിക്കുന്ന പാരഡൈസ് എന്ന, ദൈവവും മനുഷ്യനും ഒന്നിച്ചായിട്ടുള്ള ഒരു സംസർഗത്തിൽ ഒന്നിച്ച് കടന്നുപോയ സമൃദ്ധിയായ ഐശ്വര്യമായി മനുഷ്യൻ ജീവിച്ച ഒരു കാലഘട്ടമായിരുന്നു ഏദൻ തോട്ടത്തിന്റെ കാലഘട്ടം. നമുക്കറിയാം 2 പ്രധാനപ്പെട്ട വൃക്ഷങ്ങളാണ് ദൈവം തോട്ടത്തില് നട്ടത്. ഒന്ന് ജീവന്റെ വൃക്ഷം നിത്യജീവനെ കാണിക്കുന്നു. രണ്ടാമത് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം, അത് കാണിക്കുന്നത് വിവേചനത്തെ പറ്റി, നന്മയും തിന്മയും തമ്മിലുള്ള വിവേചനത്തിനെ പറ്റിയാണ് അത് കാണിക്കുന്നത്. അപ്പം 2 പ്രധാനപ്പെട്ട വൃക്ഷത്തെയാണ് ദൈവം തോട്ടത്തിന്റെ നടുഭാഗത്ത് വെച്ചത്. എന്നാൽ നമുക്കറിയാം മനുഷ്യൻ എന്തോ ചെയ്തു? മനുഷ്യൻ പ്രലോഭനം മൂലം, ടെംപ്റ്റേഷൻ മൂലം പാപം ചെയ്തു, ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. സർപ്പം ഉപായത്താൽ ഹവ്വയെ ചതിച്ചു. അങ്ങനെ അവര് ദൈവ കൽപ്പനയ്ക്ക് വിപരീതമായി പോയി ദൈവത്തോട് പാപം ചെയ്തു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഭാഗങ്ങളാണ്. ഉൽപ്പത്തി 3-ാം അധ്യായം 1-ാം വാക്യത്തില് നാം വായിക്കുന്നു, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലം. അവിടെ സർപ്പം ഹവ്വയോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ 3-ന്റെ അവസാനത്തെ ഭാഗം വായിക്കാം. തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും തിന്നരുതെന്ന് ദൈവം വാസ്തവമായിട്ട് കൽപ്പിച്ചിട്ടുണ്ട്. നോക്കണേ, എന്ത് വശീകരിക്കുന്ന പോലെ, എന്ത് ചതിക്കുന്ന പോലെ ആ സർപ്പം ആ ചോദ്യം ചോദിക്കുന്നത്. തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഹവ്വയുടെ മനസ്സ് ചെല്ലുന്നത് ഉള്ള ഫലങ്ങളെ പറ്റിയല്ല, ഇല്ലാത്ത ഫലത്തിലേക്കാണ് ഹവ്വയുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുന്നത്. ആ രീതിയിൽ ആ ചോദ്യം സർപ്പം ചോദിക്കുന്നത്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും തിന്നരുത് എന്ന് ദൈവം വാസ്തവമായിട്ട് കൽപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കറിയാം ഹവ്വ വശീകരണത്തിലേക്ക് വീണു, പാപം ചെയ്തു. ഹവ്വ ചെയ്ത പാപം 3-ന്റെ 6-ാം വാക്യത്തില് അതൊന്ന് വായിക്കാം. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു. അപ്പം ഇവിടെ പാപത്തിന്റെ 3 ഘടനകള്. ഒന്ന് കൺമോഹം, ജഡമോഹം, ജീവിതത്തിന്റെ പ്രതാപം. കാണാൻ ഭംഗിയുള്ളത് കൺമോഹം, തിന്മാൻ നല്ലത് ജഡമോഹം, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും ജീവിതത്തിന്റെ പ്രതാപം. അങ്ങനെ 3 മേഖലകളില് ഒന്നിച്ച ഹവ്വ പാപത്തിൽ വീണതായിട്ട് നമ്മൾ അവിടെ കാണുന്നത്. അങ്ങനെ നമ്മൾ അവിടെ മനസ്സിലാക്കുന്നത്. അനന്തരഫലമായിട്ട് എന്തോ നടന്നു?
അനന്തരഫലമായിട്ട് ദൈവത്തിന് മനുഷ്യനോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു. ദൈവത്തിന് മനുഷ്യനോടുള്ള ആ സാഹിത്യം നഷ്ടപ്പെട്ടു. ദൈവം സ്ഥിരമായിട്ട് ആദാമിനെയും ഹവ്വയെയും വന്ന് സന്ദർശിക്കുന്ന ദൈവമായിരുന്നു. എന്നാൽ ഈ വട്ടം എന്തോ പറ്റി? 3:10 വാക്യത്തിൽ നാം കാണും, യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ അപ്പൊ അതിന് മറുപടിയായിട്ട് എന്തോ പറയുന്നു, തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനായതുകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. അപ്പം ദൈവത്തിന്റെ തേജസ് ധരിച്ചവര് ഇപ്പൊ എന്തുവായി? നഗ്നരായി തീർന്നു. ദൈവത്തോട് സഹിത്വമുള്ളവര് ഇപ്പൊ ദൈവത്തിന് ശത്രുക്കളായി തീർന്നു. ദൈവത്തോട് സമാധാനമുള്ളവരുടെ ദൈവത്തോടുള്ള സമാധാനം നഷ്ടപ്പെട്ടു. ദൈവ തേജസ് നഷ്ടപ്പെട്ടു. നിത്യജീവനിലേക്കുള്ള പ്രവേശനം നഷ്ടപ്പെട്ടു. അങ്ങനെ മാനവരാശയ്ക്കുള്ള നന്മകൾ നഷ്ടപ്പെട്ട ഒരിടമായിരുന്നു ഏദൻ തോട്ടം. രണ്ടാമത്തെ ഒരു തോട്ടം നാം മനസ്സിലാക്കുന്നത് സ്വർഗീയമായ ഒരു പൂന്തോട്ടം. വേദപുസ്തകം അവസാനിക്കുമ്പോൾ സ്വർഗീയമായ ഒരു പൂന്തോട്ടത്തെ പറ്റി സംസാരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നാം അത് കാണുന്നു. സ്വർഗീയമായ ഒരു പൂന്തോട്ടം. ആ ഭാഗം ഒരാളൊന്ന് ശബ്ദം നിർത്തി വായിച്ചാട്ടെ. വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. യാതൊരു ശാപവും ഇനി ഉണ്ടാകില്ല. യാതൊരു ശാപവും ഉണ്ടാകില്ല. മുന്നോട്ട് വായിച്ചോ. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവന്റെ മുഖം കാണും. അവന്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. ഇനി രാത്രി ഉണ്ടാകുകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ, വേദപുസ്തകത്തിന്റെ അവസാനമായിട്ട് നാം ഒരു തോട്ടം കാണുന്നു, സ്വർഗീയമായ ഒരു തോട്ടം. അവിടെ ഒരു പുനഃസ്ഥാപനത്തിന്റെ ഒരു തോട്ടം നാം അവിടെ കാണുന്നു. ദൈവത്തോട് നഷ്ടപ്പെട്ട ഐക്യത മടക്കി ലഭിക്കുന്നു. 4-ാം വാക്യത്തിൽ നാം കാണുന്നു, they will see his face. അവന്റെ മുഖം അവർ കാണും. ദൈവത്തോട് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു ഏദൻ തോട്ടത്തിൽ. എന്നാൽ ഇവിടെ നാം കാണുന്നു 22-ന്റെ 3-ാം വാക്യത്തിൽ അവിടെ ഇനി ശാപം ഉണ്ടാകുകയില്ല. അതുപോലെ ദൈവ തേജസ് നഷ്ടപ്പെട്ട ഒരു മാനവരാശിയെ നാം ഏദൻ തോട്ടത്തിൽ കണ്ടത്. എന്നാൽ ഇവിടെ പറയുന്നു അവിടെ ആ ദേശത്ത് ദൈവത്തിന്റെ തേജസ് വിളങ്ങും. അതുപോലെ നിത്യജീവന് അവകാശം നഷ്ടപ്പെട്ട ഒരു മാനവരാശി നാം ഏദൻ തോട്ടത്തിൽ കാണുന്നു. എന്നാൽ ഇവിടെ നാം കാണുന്നു മാനവരാശിയുടെ നിത്യജീവൻ തിരികെ ലഭിക്കുന്നതായിട്ട്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 2-ാം വാക്യത്തില് ഈ തോട്ടത്തെ പറ്റി, ഈ സ്വർഗീയമായ തോട്ടത്തെ പറ്റി ഹെസക്കേൽ പ്രവാചകനും കണ്ട ഒരു വെളിപ്പാട് ഹെസക്കേലിന്റെ പുസ്തകം 47-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളില് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 1ഉം 2ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവൻ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തിങ്കൽ മടക്കി കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴെ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആലയത്തിന്റെ മുഖം കിഴക്കോട്ടല്ലോ. ആ വെള്ളം ആലയത്തിന്റെ വലത്തു ഭാഗത്ത് കീഴെ നിന്ന് യാഗപീഠത്തിന് തെക്ക് വശത്തായി ഒഴുകി. അവൻ വടക്കോട്ടുള്ള ഗോപുരത്തിൽ കൂടി എന്നെ പുറത്തു കൊണ്ടുചെന്ന് പുറത്തെ വഴിയായി കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടെ പുറത്ത് ഗോപുരത്തിലേക്ക് ചുറ്റി നടന്നു കൊണ്ടുപോയി. വെള്ളം വലത്തു ഭാഗത്തു കൂടി ഒഴുകുന്നത് ഞാൻ കണ്ടു. വെള്ളം വലതുപക്ഷ ഭാഗത്തൂടെ ഒഴുകുന്നത് ഞാൻ കണ്ടു. അവിടെ എസെക്കിയേൽ 47-ന്റെ 1-ാം വാക്യത്തില് ഒരു ആലയത്തിന്റെ പ്രവേശനത്തെ പറ്റി നാം കാണുന്നത്. എന്നിട്ട് മുന്നോട്ട് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്ന അവിടെ ഈ ഇലകള് വിതറിപ്പോത്തില്ല, ഇലകള് പൊഴിയത്തില്ല. അവിടുത്തെ ഫലങ്ങള് ആഹാരം പുറപ്പെടുവിക്കും. അവിടുത്തെ ഇലകള് സൗഖ്യം നൽകും. അപ്പം ഇത് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തില് നാം കാണുന്ന തോട്ടത്തിനോട് സമത്വമായിട്ട് ഇവിടെ പാരലായിട്ട് ഇവിടെ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായത്തിൽ നാം കാണുന്നത്. പക്ഷെ ഇവിടെ ഒരു വലിയ കുഴപ്പമുണ്ട്. വലിയ കുഴപ്പം എന്തോന്ന് വെച്ചാല് ഏദൻ തോട്ടം ദൈവം മനുഷ്യന് സന്തോഷമായിട്ട് കഴിയാൻ കൊടുത്തൊരു തോട്ടമായിരുന്നു. പക്ഷെ അവിടെ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തോടുള്ള സമാധാനം നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിന്റെ വിശുദ്ധിക്ക് മുമ്പ് ദൈവത്തിന്റെ
ഹോളിനെസ്സിന് മുമ്പ് മനുഷ്യന്റെ പാപ നിമിത്തം ദൈവത്തോട് അനന്യപ്പെട്ടു പോയി. ദേ ഗോട്ട് സെപ്പറേറ്റഡ് ഫ്രം ഗോഡ്. എന്നിട്ട് വെളിപ്പാട് പുസ്തകത്തില് നാം കാണുന്ന ഐശ്വര്യകരമായ തോട്ടത്തിലേക്ക് മനുഷ്യന്റെ പ്രവേശനമില്ലാതായിപ്പോയി. കാരണം ഈ പാപം കൊണ്ട് ഈ വെളിപ്പാട് പുസ്തകത്തിലെ തോട്ടത്തിലേക്ക് കയറുവാൻ ആയിട്ട് കഴിയത്തില്ല. അങ്ങനെ ഒരു തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ, ഏതേൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ, മറ്റൊരു സ്വർഗീയ തോട്ടത്തിലേക്ക് കയറുവാൻ കഴിയാതിരുന്നപ്പോൾ, ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, മറ്റൊരുവൻ വേറൊരു തോട്ടത്തിൽ കയറി. അവന്റെ പേരാണ് യേശു. ആ തോട്ടത്തിന്റെ പേരാണ് ഗെത്സമന തോട്ടം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മ ഒരു തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ, ഒരു തോട്ടത്തിൽ നാം വിശ്വസ്തത പുലർത്താതിരുന്നപ്പോൾ, ഒരു തോട്ടത്തിൽ നമുക്ക് ദൈവത്തോടുള്ള സമത്വം നഷ്ടപ്പെട്ടപ്പോൾ, ദൈവ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ, ദൈവത്തോടുള്ള സമാധാനം നഷ്ടപ്പെട്ടപ്പോൾ, എന്റെയും നിന്റെയും പേരൊക്കെയായിട്ട് മറ്റൊരു വേറൊരു തോട്ടത്തിൽ കയറി. ആ തോട്ടത്തിന്റെ പേരാ ഗെത്സമന തോട്ടം. ആ കയറിയവന്റെ പേരാണ് എന്റെ യേശു. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ സ്വർഗീയമായ തോട്ടത്തിന് അവകാശികളല്ലാതിരുന്ന നമ്മെ അതിന് അവകാശികളാക്കുവാൻ ഒരുവൻ ഗെത്സമന തോട്ടത്തിൽ കയറുന്നു. ആമേൻ, ഹല്ലേലൂയ. ഗെത്സമനയിലെ അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ, അതിദാരുണമാം കാൽവരി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ, അതിദാരുണമാം കാൽവരി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 36-ാം വാക്യത്തില് പാപത്തിന്റെ ഭാരം, മാനവരാശിയുടെ പാപത്തിന്റെ ഭാരം മുഴുവൻ യേശുവിന്റെ മേളില് ഇടപെട്ട് യേശുവിന്റെ ഒരു പ്രാർത്ഥന നാം അവിടെ കാണുന്നു. ഉള്ളു പൊട്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണം, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ. ആദാം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് വിട്ടുമാറിയപ്പോൾ മറ്റൊരുവൻ ദൈവത്തോട് പൂർണ്ണ അനുസരണം കാണിച്ച് നമ്മളെ ദൈവത്തേക്ക് തിരിച്ച് മടക്കി കൊണ്ടുവന്നു. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന് ഈ പാനപാത്രം കാണിക്കുന്നത് ദൈവത്തിന് മനുഷ്യനോടുള്ള കോപത്തെയാണ്, ദൈവത്തിന്റെ റാത്തിനെ അത് കാണിക്കുന്നത്. പാപത്തിനെതിരെ ദൈവത്തിന്റെ റാത്തിനെ ദൈവം ആ പാനപാത്രം കാണിക്കുന്നത്. ആ പാപത്തിന്റെ ഭാരം ചുമക്കാൻ കഴിയാതെ യേശു ചോദിക്കുന്ന ഒരു പ്രാർത്ഥന, അപ്പാ ഈ പാനപാത്രം നീക്കുവാൻ സാധ്യമെങ്കിൽ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ. ഒരുവൻ പാപം ചെയ്ത് ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നപ്പോൾ ഒരുവന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വൈദ്യനായ ലൂക്കോസ് ഇങ്ങനെ പറയുന്നു, അവൻ പ്രാണവേദനയിലായിട്ട് രക്തം വിയർത്തു. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി യേശു രക്തം ചിന്തി. ഹല്ലേലൂയ. കാൽവരിയിൽ ചിന്തിയ രക്തത്തിന് ഫലമായിട്ട് നമുക്ക് ദാനമായ ദൈവം രക്ഷ നൽകി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 38-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു. എന്റെ വായിക്കാവോ? 26-38. എന്റെ ഉള്ള മരണവേദന പോലെ അതിദുഃഖമായിരിക്കുന്നു, താമസിച്ച് എന്നോട് കൂടെ എന്ന് അവരോട് പറഞ്ഞു. അതെ, അപ്പൊ എന്റെ ആത്മാവ് അതിദുഃഖത്തിലായിരിക്കുന്നു, മരണത്തോളം അതിദുഃഖത്തിലായിരിക്കുന്നു. ഈ യേശു മനുഷ്യരൂപമായിട്ട് ലോകത്തിൽ വന്നതുകൊണ്ട് നടക്കാൻ പോകുന്നതിനെ പറ്റി പൂർണ്ണ വ്യക്തമായിട്ട് യേശുവിന് അറിയാമായിരുന്നു. ആ ഭാരത്തോടെ യേശു ഗെത്സമന തോട്ടത്തിൽ ഇരിക്കുന്നത്. അവിടെ പ്രാണവേദനയിലായിരുന്നപ്പോഴും ഒരു നാഴിക പോലും നമുക്ക് യേശുവിനോടൊപ്പം ഇരിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. നാം അവിശ്വസ്തരായിരുന്ന സ്ഥാനത്ത് യേശു വിശ്വസ്തനായിട്ട് നമ്മളെ എണ്ണി. ആമേൻ. നാം പാപികളായിരുന്ന സ്ഥാനത്ത് യേശു നമ്മളെ നീതീകരിച്ചു. നാം പാപം അറിയാത്തവൻ എന്റെയും നിങ്ങളുടെയും പാപം ചുമക്കുന്നു ഗെത്സമന തോട്ടത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ പാപത്തിന്റെ ഭാരം ചുമക്കുവാനായിട്ട് കഴിയാതെ പിതാവ് പോലും മുഖം മറച്ച് യേശു ഉറക്കെ വിളിക്കുന്നു, എലോ എലോ ലമ ശബക്താനി, പിതാവേ പിതാവേ നീ എന്നെ കൈവിട്ടതെന്ത്? പ്രിയമുള്ളവരെ, ദൈവം യേശുവിനെ വിട്ടതിന് ഒരു കാരണമുണ്ടെങ്കിൽ അത് ഞാന്. ഒരു കാരണമുണ്ടെങ്കിൽ നാം ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരും നമ്മുടെ പാപം നിമിത്തം അവിടെ ക്രൂശില് യേശുവിനെ ദൈവം
തള്ളിക്കളയുന്നത്. ക്രൂശിൽ കിടന്നപ്പോഴും ഈ കാരിരുമ്പാണി അല്ലായിരുന്നു വേദന, നാശത്തിൽ കടന്ന നാം ഓരോരുത്തരുമായിരുന്നു ദൈവത്തിന്റെ വേദന. ഹാലലുയ്യ, ഹാലലു. ഈ ക്രൂശിലേക്ക് നമുക്ക് മടങ്ങി വരാം, ഈ ക്രൂശിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഗെത്സമന തോട്ടം കാണിക്കുന്നത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെയാ. ഗെത്സമന തോട്ടം കാണിക്കുന്നത് നമ്മളെ നീതീകരിക്കുവാനായിട്ട് മുടക്കിയ ഒരു വിലയെ. പ്രിയമുള്ളവരെ, രക്ഷ സൗജന്യമാണ്, രക്ഷാദാനം സൗജന്യമാണ്. എന്തുകൊണ്ട്? ഒരുവൻ വില കൊടുത്തത് കൊണ്ട്. ആമേൻ. ഒരുവൻ വില കൊടുത്തത് കൊണ്ടാണ് രക്ഷ സൗജന്യമായത്. ഒരുവൻ വില കൊടുത്തത് കൊണ്ടാണ് രക്ഷ സൗജന്യമായത്. ആ ക്രൂശിനെ വിട്ട് പോകരുത് പ്രിയമുള്ളവർ. ആ ക്രൂശിലേക്ക് നമുക്ക് അടുത്തു വരാം, ആ ക്രൂശിലേക്ക് നമുക്ക് അടുത്തു വരാം. ഒരുവൻ വില കൊടുത്തുകൊണ്ടാണ് നാം ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. ഒരുവൻ വില കൊടുത്തത് കൊണ്ടാണ് നാം ഇന്ന് നീതീകരിക്കപ്പെട്ടത്. ഒരുവൻ വില കൊടുത്തത് കൊണ്ടാണ് നാം നിത്യജീവൻ പ്രാപിച്ചത്. പ്രിയമുള്ളവരെ, നമുക്ക് ആ ക്രൂശിലേക്ക് മടങ്ങി വരാം. ഒരു തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ, ഒരു തോട്ടത്തിൽ നാം അവിശ്വസ്തരായിരുന്നപ്പോൾ, മറ്റൊരു സ്വർഗീയമായ തോട്ടത്തിൽ കയറുവാനായിട്ട് അവകാശം ഇല്ലാതിരുന്നപ്പോൾ, എന്റെയും നിങ്ങളുടെയും പേർക്കായി ഒരുവൻ ഗെത്സമന തോട്ടത്തിൽ കയറുന്നു. ആ കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു.